നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ഞെട്ടിച്ച്, പിണറായി വിജയനെ ഞെട്ടിച്ച് യു ഡി എഫിൻ്റെ വൻ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായി ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സ്ഥലം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അവിടെ ബി ജെ പി ഒറ്റയ്ക്ക് ഭരണത്തിലെത്തി. അത് പിണറായി വിജയനും അമിത്ഷായും തമ്മിലുള്ള ധാരണ പ്രകാരം 25 വാർഡുകളിൽ, ഡിവിഷനുകളിൽ CPM വോട്ട് മറച്ചതിൻ്റെ പ്രകാരമാണ് നടന്നത് എന്ന് വളരെ കൃത്യമാണ്. തൃശ്ശൂരും തിരുവനന്തപുരവും ബി ജെ പിയെ വിജയിപ്പിക്കണമെന്ന് അമിത്ഷായുടെ കർശനമായ നിർദ്ദേശം പിണറായിക്കുണ്ടായിരുന്നെങ്കിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോടുള്ള വിരോധം കാരണം സാധാരണ ബി ജെ പി പ്രവർത്തകർ പോലും തിരിച്ച് കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇത്തവണ വിജയിക്കാൻ കാരണം സുരേഷ് ഗോപിയാണ്. എന്നാൽ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു വികാരമുണ്ടായിരുന്നില്ല. പകരം നേരത്തെ അവിടെ ഒരു അടിത്തറയുണ്ടായിരുന്നു. തൃശ്ശൂരിനെ പോലെ തന്നെ ബി ജെ പിക്ക് അവിടെ ബി ജെ പിക്കുണ്ടായ അടിത്തറ തന്നെ ഉപയോഗിച്ച് 50 സീറ്റുകൾ പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. എങ്ങനെ? 25 സീറ്റിൽ ഇത്തവണ ബി ജെ പി സ്വന്തം നിലയിലും 25 സീറ്റ് പിണറായിയുടെ സഹായത്തോടെ CPM വോട്ട് മറച്ചു കൊടുത്തത് വഴിയും വിജയിച്ചു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള കാര്യമെന്ന് എന്നോട് ബി ജെ പിയിലെ ഒരു നേതാവും അതേപോലെ CPMൻ്റെ ഒരു ഏരിയ സെക്രട്ടറിയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ശ്രീകണ്ഠനും അതേപോലെ രാധാകൃഷ്ണനും ആരോപിച്ച കാര്യം. കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ദുർബലരായ CPM സ്ഥാനാർത്ഥികളെ നിർത്തി ബി ജെ പിയെ വിജയിപ്പിക്കാനുള്ള തന്ത്രമാണ് ചെയ്യുന്നത് എന്നാണ് ആരോപിച്ചിരുന്നത്. അത് വസ്തുതാപരമാണ്. ഞാനിപ്പോൾ പറയുന്ന ആ കാര്യമല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ കിട്ടുമെന്നാണ് നേരത്തെ VD സതീശൻ പറഞ്ഞിട്ടുള്ളത്, പ്രതിപക്ഷ നേതാവ്. കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ മണ്ഡലത്തിലും പ്രതിപക്ഷ നേതാവായ ശേഷം UDF വിജയിച്ച് കുതിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും UDFനാണ് വൻ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ ഇപ്പോൾ കിട്ടിയ തദ്ദേശ സ്വയംഭരണത്തിലെ വിജയം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 100 സീറ്റുകൾ കോൺഗ്രസ്സിന് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇതിലാദ്യം തന്നെ കേരളത്തിലെ ഏറ്റവും അധികം UDFന് അനുകൂലമായ തരംഗമുണ്ടായിട്ടുള്ളത്, സമ്പൂർണ്ണ വിജയമുണ്ടായിട്ടുള്ളത് എവിടെയാണ്? മലപ്പുറത്താണ്. മലപ്പുറത്ത് നോക്കുമ്പോൾ അവിടെ പൊന്നാനി മാത്രമാണ് ഒരു മുനിസിപ്പാലിറ്റി കിട്ടാതെ പോയത്. ബാക്കി എല്ലാ സ്ഥലത്തും ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും അതേപോലെ മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ പൊന്നാനി ഒഴികെ ബാക്കി എല്ലാ മുനിസിപ്പാലിറ്റികളും അവിടെ വിജയം, ഗ്രാമപഞ്ചായത്തുകളെ സമ്പൂർണ്ണ വിജയമാണ്. ഇപ്പോൾ മൊത്തം മണ്ഡലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ വോട്ടിംഗ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ വമ്പൻ ഭൂരിപക്ഷമാണ് ഓരോ മണ്ഡലത്തിനും ഉണ്ടായിട്ടുള്ളത്. 16 സീറ്റിൽ 16 സീറ്റും UDF വിജയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ കൊണ്ട് വന്നിരിക്കുന്നത്. അതിന് വമ്പൻ ഭൂരിപക്ഷമാണ് എല്ലായിടത്തും ഉള്ളത്. പൊന്നാനിയിൽ മാത്രമാണ്, മുനിസിപ്പാലിറ്റിയിൽ UDF അല്ല LDF തന്നെയാണ് ഭൂരിപക്ഷം. പക്ഷേ മറ്റു പഞ്ചായത്തുകളുടെ വോട്ട് കൂടി ചേരുമ്പോഴാണ് അവിടെ നിയമസഭാ മണ്ഡലമാകുന്നത്. അവിടെയെല്ലാം UDF ആണ് വിജയിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയിൽ പൊന്നാനിയും ഇത്തവണ UDF പിടിച്ചെടുക്കുന്നു. മൊത്തം 16 സീറ്റും അവിടെ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ അടുത്തത് 14 സീറ്റുള്ള എറണാകുളമാണ്. ഈ എറണാകുളത്തെ 14 സീറ്റും UDF വിജയിക്കുക എന്നുള്ള പ്രത്യേക സാഹചര്യമാണ് ഈ ഇലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ കളമശ്ശേരിയിലൊക്കെ രാജീവൊക്കെ 15,000 വോട്ടിന് ജയിച്ച സ്ഥലമാണ്. അവിടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ വൻ വിജയമാണ്. ഏരൂർ മാത്രമാണ് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഈക്വൽ ഫൈറ്റിൽ എങ്ങനെയോ LDF കയറി പോകാൻ പോകുന്നത് സ്വതന്ത്രന്മാരുടെ സഹായത്തോടെ. അവിടെയും ശക്തമായ രൂപത്തിൽ UDFന് അനുകൂലമായ തരംഗമാണ്. ബാക്കി പഞ്ചായത്തുകളും തരംഗമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോതമംഗലായാലും പിറവമായാലും അതേപോലെ മൂവാറ്റുപുഴയായാലും പെരുമ്പാവൂരായാലും അങ്കമാലി ആയാലും അവിടെ നിന്ന് ഇങ്ങോട്ടെടുത്ത് ആലുവ ആയാലും തൃക്കാക്കര ആയാലും എറണാകുളം കോർപ്പറേഷൻ ആയാലും അതേപോലെ മരട് മുനിസിപ്പാലിറ്റി ആയാലും ഒക്കെ തന്നെ എല്ലാ സ്ഥലത്തും ഒരേപോലെ 12 സ്ഥലത്തും UDFന് അനുകൂലമാണ്. ഒരു സ്ഥലത്ത് മാത്രമാണ് കുറവ്. പിന്നെ കുഴപ്പമുള്ളത് ഇവിടെയാണ്, ഇത് തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയിൽ 21 സീറ്റിൽ മാത്രമേ BJPക്ക് ഭൂരിപക്ഷമുള്ളൂ. 20 സീറ്റിൽ LDF ഉണ്ട്, 12 സീറ്റിൽ UDF ഉണ്ട്. പിന്നെ അതേസമയത്ത് പഞ്ചായത്തുകളിലെല്ലാം തന്നെ UDF മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. മരട് മുനിസിപ്പാലിറ്റിയിലും മരടും UDFന് അനുകൂലമായതായതോടുകൂടിയിട്ട് അവിടെ തൃപ്പൂണിത്തറയാണെങ്കിലും അവിടെ UDF വിജയിക്കുമെന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ 14 സീറ്റിലും UDF വിജയിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത്. അതായത് 16ഉം 14ഉം 30 സീറ്റ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ, ഈ രണ്ട് പിന്നെ ജില്ലകളിൽ
യു ഡി എഫിന് ഇപ്പോൾ സമ്പൂർണ്ണ വിജയമാണ് വരാൻ പോകുന്നത്. പിന്നെ ഉള്ളത് വയനാടാണ്. വയനാട് നമുക്കെടുക്കുമ്പോൾ 30 സീറ്റ് കഴിഞ്ഞാൽ 3 സീറ്റ് മാത്രമുള്ള വയനാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിജയത്തിൻ്റെ എല്ലാ മേഖലയും 2 മുനിസിപ്പാലിറ്റിയും ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും യു ഡി എഫ് ആണ് വിജയിച്ചിരിക്കുന്നത്. അത് പറയാൻ 3 നിയമസഭാ മണ്ഡലങ്ങളിലും വമ്പൻ ഭൂരിപക്ഷമാണ് യു ഡി എഫിനുള്ളത്. അതേപോലെ അപ്പം 33 മണ്ഡലങ്ങളിലും ഇപ്പം യു ഡി എഫ് മുന്നിലാണ്. പിന്നെയുള്ളത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ 5 സീറ്റുകൾ, അത് കട്ടപ്പനയും അതേപോലെ തൊടുപുഴ മുനിസിപ്പാലിറ്റി അടക്കം എല്ലാ 90% പഞ്ചായത്തുകളിലും യു ഡി എഫ് മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്, വൻ മുന്നേറ്റമാണ്. അപ്പോൾ അവിടെ കേരള കോൺഗ്രസ് എം ഒക്കെ ഉണ്ടായിട്ടും അവർ കെട്ടിവെച്ച പൈസ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് പലയിടത്തുള്ളത്. അവിടെയും യു ഡി എഫ് 5 സീറ്റുകളാണുള്ളത്. പീരുമേടായാലും ഉടുമ്പൻചോല തൊടുപുഴയായാലും ദേവികുളമായാലും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വൻ വിജയമാണ് യു ഡി എഫിനെ കാത്തിരിക്കുന്നത്. അപ്പം 32 സീറ്റിലും ഈ 4 ജില്ലകൾ വഴി യു ഡി എഫിനുണ്ടാകുന്നു. അതേ അടുത്തതാണ് കോട്ടയം. കോട്ടയത്തെ ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ വർഷം പിടിച്ചു നിന്ന വൈക്കം മുനിസിപ്പാലിറ്റി പോലും ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി പോയി. സി പി ഐയുടെ ശക്തി കേന്ദ്രമായിരുന്നു വൈക്കം, അവിടെ അടക്കം യു ഡി എഫ് ആണ്. അതേപോലെ ഏറ്റുമാനൂരിൽ നമ്മുടെ വാസവൻ്റെ മണ്ഡലത്തിൽ നിയോജകമണ്ഡലത്തിലും യു ഡി എഫ് ആണ്. അവിടെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫ് ആണ്. കോട്ടയം യു ഡി എഫ് ആണ്, പാല യു ഡി എഫ് ആണ്, പൂഞ്ഞാർ യു ഡി എഫ് ആണ്. പിന്നെ അതേപോലെ എല്ലാ സ്ഥലത്തും യു ഡി എഫിൻ്റെ വലിയ തേരോട്ടമാണ്. 9 സീറ്റാണുള്ളത്. 9 സീറ്റും യു ഡി എഫ് വിജയിക്കുന്നു എന്നുള്ളതാണ്. യു ഡി എഫിൻ്റെ 9 സീറ്റിലും യു ഡി എഫിന് മുന്നേ ചങ്ങനാശ്ശേരിയാണ് മറ്റൊരു സ്ഥലം. ചങ്ങനാശ്ശേരിയൊക്കെ യു ഡി എഫ് ആണ് മുനിസിപ്പാലിറ്റി വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം കോട്ടയം ഇത്തവണ യു ഡി എഫിന് അനുകൂലമായ ശക്തമായ മുന്നേറ്റമാണുള്ളത്. അപ്പോൾ ഈ 42, അതായത് 4 ജില്ലകൾ ഇടുമ്പോൾ 42 സീറ്റും യു ഡി എഫിന് അനുകൂലമായ മുന്നേറ്റം തന്നെയാണ് ഇപ്പോഴുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ 5 സീറ്റ് 5 സീറ്റിലും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ്. തിരുവല്ലയായിട്ട് അടൂരായിക്കോട്ടെ, അതേപോലെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, മറ്റു പഞ്ചായത്തുകളിലെല്ലാം തന്നെ കുതിച്ച് കയറ്റമാണ് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത്. അവിടെയുള്ള 5 സീറ്റിലും വൻ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആലപ്പുഴയിലാകുമ്പോൾ 9 സീറ്റാണുള്ളത്. അതിൽ 2 സീറ്റുകൾ മാത്രമാണ് യു ഡി എഫ് പിന്നിലുള്ളതെന്ന്. അരൂരിൽ മാത്രമാണ് ഒരു പിന്നിലുള്ളത്. വേറൊരു സീറ്റും കൂടെ നമുക്ക് കണക്കൂടെ. ചേർത്തലയും ആണ് യു ഡി എഫിന് പിന്നിലുള്ളത്. ഇപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റി യു ഡി എഫ് അല്ല വിജയിച്ചിട്ടുള്ളത്. അതേസമയം കായംകുളത്തായിക്കോട്ടെ, ഹരിപ്പാടായിക്കോട്ടെ, മാവേലിക്കരായിക്കോട്ടെ, ചെങ്ങന്നൂരായിക്കോട്ടെ, ആലപ്പുഴ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും യു ഡി എഫിന് അനുകൂലമായ ഭയങ്കര തരംഗമാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. അത് പ്രകാരം ആലപ്പുഴയിൽ 2 മണ്ഡലം ഒഴികെ, ആലപ്പുഴ ജില്ലയിലെ 2 മണ്ഡലം ഒഴികെ ഈ പറയുന്ന മലപ്പുറത്ത് 16, എറണാകുളത്ത് 14, കോട്ടയം 9, ആലപ്പുഴ 9, വയനാട് 3, പത്തനംതിട്ട 5, ഇടുക്കി 5, മൊത്തം എത്ര ഉണ്ടറിയോ? 22, 31, 45, 61 സീറ്റ്. 61 സീറ്റിൽ 2 സീറ്റുകൾ മാത്രമാണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ വക ഒരു 2 സീറ്റും കൂടെ എൽ ഡി എഫിന് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 57 സീറ്റിൽ 61 സീറ്റിൽ 57 സീറ്റിൽ യു ഡി എഫ് ആണ്. 61 സീറ്റിൽ 57 സീറ്റ് യു ഡി എഫ് ആണ് വിജയിക്കാൻ പോണത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. തിരുവനന്തപുരം ആണെങ്കിൽ ഒരു ഈക്വൽ ബലമാണ്. 2-3 സീറ്റുകളവിടെ ബി ജെ പി വിജയിക്കാം. 4 സീറ്റ് ബി ജെ പി വിജയിക്കായിരിക്കാം ഇപ്പോഴത്തെ അവസ്ഥയിൽ. അത് പ്രകാരം ഇപ്പോഴത്തെ കിട്ടിയ വോട്ടിംഗ് പാറ്റേൺ 4 സീറ്റിൽ യു ഡി എഫ് ബി ജെ പി വിജയിക്കായിരിക്കാം. ബാക്കി 10 സീറ്റിൽ ഒരു 5 സീറ്റ് 6 സീറ്റ് എൽ ഡി എഫ് വിജയിക്കാം. ബാക്കി 4 സീറ്റ് യു ഡി എഫ് വിജയിക്കും. ബാക്കി കൊല്ലത്തെ കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ 12 സീറ്റാണല്ലോ കൊല്ലത്തുള്ളത്. അവിടെ 12 സീറ്റിൽ 7 സീറ്റ് യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. പിന്നീടുള്ളത് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് എടുത്തു കഴിഞ്ഞാൽ 5 സീറ്റിൽ 4 സീറ്റും യു ഡി എഫിനുള്ള മുൻതൂക്കമാണ് കാണുന്നത്. അതേപോലെ കണ്ണൂരിൽ 11 സീറ്റിൽ ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുള്ളത് ഇപ്പോൾ 6 സീറ്റിലാണ്. 5 സീറ്റ് യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതേപോലെ നമ്മൾ കോഴിക്കോട് കടന്നാൽ, കോഴിക്കോട് ഇപ്രാവശ്യം വലിയ അട്ടിമറികളാണ് നടന്നിരിക്കുന്നത്. അവിടെ 13 സീറ്റിൽ 8 സീറ്റ് യു ഡി എഫും 5 സീറ്റ് എൽ ഡി എഫും വിജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. അത് വേണമെങ്കിൽ 8, 9 സീറ്റ് വരെ യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 8 സീറ്റ് കൂട്ടാം. ഇതേപോലെ പാലക്കാടാണ് ഉള്ളത്. പിന്നീട് പാലക്കാട് 11 സീറ്റിൽ 7 സീറ്റ് വരെ യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ
ഒരു 45 സീറ്റ് വരെ യു ഡി എഫ് ഈ പറയുന്ന ബാക്കിയുള്ള 79 സീറ്റിൽ നേടാൻ സാധ്യതയുണ്ട്. 45 സീറ്റ് അങ്ങനെ കൂട്ടുമ്പോൾ 102 സീറ്റിൽ യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യതയാണ്. അതായത് വി ഡി സതീശൻ പറഞ്ഞ 100 സീറ്റിൽ മേതെ വിജയം നേടുമെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഈ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സി പി എമ്മിൻ്റെ അടിത്തറ ഇളകുന്നതോടെ സി പി എമ്മിൻ്റെ അണികൾ തന്നെ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നാണ് സാധാരണക്കാർ പോലും ചിന്തിക്കുന്നത്. ബി ജെ പി അണികൾ പോലും പിണറായി വിജയൻ വേണ്ട എന്നുള്ള തീരുമാനമാണുള്ളത്. ബി ജെ പി വിജയിക്കുന്നതിൽ പിണറായി വിജയനെതിരെയുള്ള ഒരു തരംഗം, ഭരണവിരുദ്ധ തരംഗമുള്ളതിനാൽ സാധാരണ അണികളായ ബി ജെ പി പ്രവർത്തകരും അതേപോലെ സി പി ഐ അണികളടക്കം എല്ലാവരും ഈ അടുത്ത നിയമസഭാ ഇലക്ഷന് യു ഡി എഫിന് അനുകൂലമായ വോട്ട് ചെയ്യാനാണ് സാധ്യത. കേരളം കണ്ട ഏറ്റവും അധമനായ, അഴിമതിക്കാരനായ, ഏറ്റവും മോശപ്പെട്ട, ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ കേരളത്തെ ഇല്ലാതാക്കിയ, നശിപ്പിച്ച ഒരു മാഫിയ തലവനാണ് പിണറായി വിജയനും സംഘവും. അവരെ തോൽപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ലോക്സഭയിലേക്ക് നമ്മുടെ യു ഡി എഫിന് അനുകൂലമായി കേരള ജനത വോട്ട് ചെയ്യുന്ന പോലെ പിണറായി വിജയനെതിരായിട്ട് ബി ജെ പിക്കാരായാലും കോൺഗ്രസ്സുകാരായാലും സി പി എംകാരായാലും സി പി ഐക്കാരായാലും ആരായാലും വോട്ട് ചെയ്യുന്ന അവസ്ഥയാണല്ലോ. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭീകരമായ രൂപത്തിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 140 സീറ്റുള്ള കേരള നിയമസഭയിലേക്ക് അടുത്ത ഇലക്ഷൻ നടക്കും. ചിലപ്പോൾ 100 120 സീറ്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കണ്ണൂരും കാസർഗോഡുള്ള സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളടക്കം തകർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. തളിപ്പറമ്പടക്കം യു ഡി എഫിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഇളകിയിരിക്കുകയാണ്. അടിത്തറ ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒഴുക്ക് വന്നാൽ കംപ്ലീറ്റ് അത് ഒരു വലിയ ബിൽഡിങ്ങിന് അടിത്തറ ഇളകിയാൽ എന്തായിരിക്കും, ഒന്നിച്ച് മറിഞ്ഞു വീഴും. അതേപോലെയാണ് സി പി എമ്മിൻ്റെ അന്ത്യം ഈ അടുത്ത നിയമസഭാ ഇലക്ഷനോടുകൂടെ. പിണറായി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനെ ജനങ്ങൾ ആട്ടി ഓടിക്കും. പ്രത്യേകിച്ച് സി പി എം അണികൾ ചൂലെടുത്ത ആമേദ്യത്തിൽ മുക്കി അടിച്ചോടിക്കും എന്നുള്ള കാര്യം സംശയമില്ല. അവസാന ഘട്ടമാകുമ്പോൾ ഈ സി പി എം അണികൾക്കെതിരെ തന്നെ പിണറായി വിജയൻ വെടിവെക്കുമോ എന്നറിയില്ല, ബോംബ് വർഷിക്കുമോ എന്നറിയില്ല. തനിക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന പിണറായി വിജയൻ കേരളത്തെ മുച്ചൂടെ നശിപ്പിച്ച് സി പി എമ്മിനെ നശിപ്പിച്ചിട്ടുള്ള അന്ധകനായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അതായത് ബംഗാളിലും ത്രിപുരയ്ക്ക് ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ സി പി എം എന്നുള്ള പ്രസ്ഥാനം കേരളത്തിൽ നാമാവിശേഷമാക്കിയതിൻ്റെ പരിപൂർണ ഉത്തരവാദി പിണറായി വിജയനായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും 100 സീറ്റിൽ മേലെ 110 സീറ്റിനിടയിൽ യു ഡി എഫ് വിജയം നേടാൻ സാധ്യതയുണ്ട്. ഒരു 5 സീറ്റ് ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10-25 സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ളൂ.